ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് ഇനിയുള്ളവൻ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശയ്യായോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഇശയ്യായുടെ കുടുംബത്തിൽ നടക്കുന്നതാണ്. നമുക്ക് 16:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നിന്ന് ഇശയ്യായുടെ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു രാജാവിനെ കണ്ടിരുന്നു. നിങ്ങൾ നോക്കിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയുടെ മേൽ വീണാൽ അവിടെ അവൻ എവിടെ ആണെന്നുള്ളതല്ല, അവൻ എന്താണെന്നുള്ളത് അവിടെ വിഷയം. ഇവനൊരു പ്രത്യേകതയുണ്ട്, ഈ ദാവീദിനൊരു പ്രത്യേകതയുണ്ട്. അവൻ എവിടെ ആയിരുന്നാലും അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നവൻ. അതായത് പറഞ്ഞാൽ അവൻ പാടിയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഇറങ്ങി നിൽക്കും. അതായിരുന്നു അവൻ്റെ പ്രത്യേകത. അവൻ പാടും, ആരാധിക്കും. ഇത് ഒറ്റ കാര്യമായിരുന്നു അവൻ്റെ പ്രത്യേകത. നോക്കിയേ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദാവീദിൻ്റെ ലൈഫിൽ വീഴുന്ന ഒറ്റ കാര്യം, അവൻ ദൈവമായിട്ട് ഭയങ്കര അവൻ്റെ ആരാധനയ്ക്ക് അവൻ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് വീഴുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്താണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.